സീക്വൻഷ്യൽ ബാച്ച് കോൺടാക്ട് ടെസ്റ്റ് ആണ് നിങ്ങളുടെ KTU സിലബസ് അനുസരിച്ച് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാനും സാധ്യതകളാണ്. മൊഡ്യൂൾ 1 വരുന്നതാണ്. അപ്പോൾ ഈ പേര് പറയുന്ന പോലെ ഇത് മെയിൻ ആയിട്ടും നമ്മൾ MSW, അതായത് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്. അപ്പോൾ MSW നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത്. പലതരത്തിലുണ്ടാവും. പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാവും, പേപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ വെജിറ്റബിൾ എക്സ്ട്രാക്ട്സ് ഉണ്ടാവും, വെജിറ്റബിൾ ഡെബ്രിസ് ഉണ്ടാവും, ഇല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഓരോ മെറ്റീരിയലും എങ്ങനെയാണ് ഈ കണ്ടാമിനൻസിനെ അബ്സോർബ് ചെയ്യുന്നത്? അതല്ല, ഈ വേസ്റ്റ് നമ്മൾ കൊണ്ടിടുന്നിടത്ത് ലീഷേറ്റ് ഫോം ചെയ്യും. ആ ലീഷേറ്റ് മണ്ണിലേക്ക് ഇറങ്ങും. സോ മണ്ണ് എന്തുമാത്രമാണ് ഈ കണ്ടാമിനൻസ് അബ്സോർബ് ചെയ്യുന്നത്, മണ്ണ് എന്തുമാത്രമാണ് കണ്ടാമിനൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈനർ നമ്മൾ കൊടുക്കും. ലൈനർ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈനർ എന്തുമാത്രം എഫക്റ്റീവ് ആണ് ഇൻ അബ്സോർബിംഗ് ദിസ് കണ്ടാമിനൻസ് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഈ ടെസ്റ്റ് മെയിൻ ആയിട്ട് ചെയ്യുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്ത് ടെസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ സീക്വൻഷ്യൽ ബാച്ച് കോൺടാക്ട് ടെസ്റ്റ് എന്ന് പറയാൻ കാരണം. കോൺടാക്ട് ടെസ്റ്റ് എന്ന് പറയാൻ കാരണം ഈ ലീഷേറ്റും അല്ലെങ്കിൽ ഈ കണ്ടാമിനൻസും നമ്മൾ ഏതാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് MSW ആയിട്ടുള്ള കോൺടാക്ട് ആണോ, അതോ സോയിലുമായിട്ടുള്ള കോൺടാക്ട് ആണോ, അതോ ലൈനറുമായിട്ടുള്ള കോൺടാക്ട് ആണോ, അതനുസരിച്ച് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യം സാമ്പിൾ പ്രിപ്പറേഷൻ ആണ്. സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ലൈനർ സാമ്പിൾ എടുക്കാം, അല്ലെങ്കിൽ MSW സാമ്പിൾ എടുക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ പറയാണ് നിങ്ങളുടെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് പേപ്പർ ഉണ്ട്, ഒരുപാട് പേപ്പർ ഉണ്ട്, 60% പേപ്പർ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ പേപ്പർ വേസ്റ്റ് എന്തുമാത്രം കണ്ടാമിനൻസ്, ഫോർ എക്സാമ്പിൾ ഹെവി മെറ്റൽസോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫ്ലൂറൈഡ്സോ അല്ലെങ്കിൽ ക്ലോറൈഡ്സോ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന് എന്തുമാത്രം അബ്സോർബ് ചെയ്യും എന്ന് പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ യു കെൻ ഗോ ഫോർ ദ സീക്വൻഷ്യൽ ബാച്ച് കോൺടാക്ട് ടെസ്റ്റ്. ഇനി അതല്ല ലൈനർ ആണെന്നുണ്ടെങ്കിൽ ലൈനറിന്റെ മെറ്റീരിയൽ ആയിരിക്കണം നിങ്ങൾ എടുക്കുന്നത്. പേപ്പർ എന്തുമാത്രം അബ്സോർബ് ചെയ്യുന്ന അറിയാൻ വേണ്ടി പേപ്പർ എടുക്കണം, ലൈനർ എന്തുമാത്രം അബ്സോർബ് ചെയ്യുന്ന അറിയാനായിട്ട് ക്ലേ ലൈനറിന്റെ ഒരു പീസ് എടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്താണ് അബ്സോർബ് ചെയ്യാൻ, നമ്മൾ എന്ത് മെറ്റീരിയലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ മെറ്റീരിയലിനെ എയർ ഡ്രൈ ചെയ്ത് ഓവൻ ഡ്രൈ ചെയ്തെടുക്കണം. ഹോമോജനൈസ്ഡ് ആയിരിക്കണം. ആ മെറ്റീരിയൽ മാത്രമേ ഉണ്ടായിരിക്കാൻ പാടൂ. വേറെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം. പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് റിമൂവ് ചെയ്യാം. 2 mm സൈസിന് താഴെ ആക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. അതിനുശേഷം ലീഷേറ്റ് പ്രിപ്പറേഷൻ ആണ്. ലീഷേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കണ്ടാമിനന്റ് സ്ലഡ്ജ് ആണ്, അല്ലെങ്കിൽ കണ്ടാമിനന്റ് എന്താണ്, ഫ്ലൂയിഡ് ആണ്. ആ കണ്ടാമിനേറ്റഡ് ഫ്ലൂയിഡ് ആർട്ടിഫിഷ്യലി നമുക്ക് വേണമെങ്കിൽ സിന്തസൈസ് ചെയ്തെടുക്കാം ലാബിൽ. അതല്ലെങ്കിൽ ഫീൽഡിൽ പോയി ലീഷേറ്റ് കളക്ട് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് മിക്സിംഗ് ആണ്. മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാസ്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു ട്യൂബ് എടുക്കുക. ആ ട്യൂബിൽ ഒരു പ്രത്യേക റേഷ്യോ, അതായത് ലിക്വിഡ് ടു സോളിഡ് റേഷ്യോ എന്ന് നമ്മൾ പറയും. കോമൺലി നിങ്ങൾക്ക് കാണാം ഇവിടെ 10:1 20:1 ആണ് അവർ കൊടുത്തിരിക്കുന്നത് ലിറ്റേഴ്സ് പെർ കിലോഗ്രാം. അതായത് 10 ലിറ്റർ 1 കിലോഗ്രാം സാമ്പിളിന് 10 ലിറ്റർ ലീഷേറ്റ് എടുക്കുക. എന്തിന്, നിങ്ങൾ 1 കിലോഗ്രാം പേപ്പർ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ 1 കിലോഗ്രാം നിങ്ങളുടെ MSW എടുക്കും, 1 കിലോഗ്രാം നിങ്ങളുടെ ലൈനർ എടുക്കുമ്പോൾ, കവർ എടുക്കും, ലൈനർ എടുക്കുമ്പോൾ സോയിൽ എടുക്കും. അല്ലെങ്കിൽ 20:1 എടുക്കുക. 10:1 മുതൽ 20:1 വരെ എടുക്കാം. ഓക്കെ, 10 stands for liters of leachate. 1 stands for what is the amount of MSW അല്ലെങ്കിൽ ലൈനർ സാമ്പിൾ. പിന്നെ അജിറ്റേഷൻ ആണ്. നല്ലപോലെ മിക്സ് ചെയ്യുക. ഓക്കെ, നല്ലപോലെ ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിനു ശേഷം അത് 24 hours നിങ്ങൾ റെസ്റ്റ് ചെയ്യുക. 24 to 48 hours വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് ഏകദേശം ഇന്ററാക്ഷൻ ഒക്കെ കഴിഞ്ഞ് അത് ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാണും. എത്തിയതിനു ശേഷം വാട്ട് യു നീഡ് ടു ഡു ഇസ് ഒരു 0.45 മൈക്രോമീറ്റർ മെംബ്രെയിൻ ഉപയോഗിച്ച് ഇതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുക. ഓക്കെ, ആ ഫിൽറ്റർ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഫിൽട്രേറ്റിൽ നിന്ന്, അതായത് അനലൈസ് ദ എലിവേറ്റ് ഫോർ കണ്ടാമിനന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ അമോണിയം അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഹെവി മെറ്റൽസിന് വേണ്ടി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം എത്രമാത്രമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പം എത്രമാത്രം ലിക്വിഡ് താഴേക്ക് വന്നു, പിന്നെ എത്രമാത്രം ആ ഫിൽറ്ററിന്റെ മുകളിൽ തങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട്, ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇത് സീക്വൻഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്ത് എന്താണ് ഒരുപാട് ഡാറ്റ പോയിന്റ്സ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിനെ മാക്സിമം ഇത്ര അബ്സോർബ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റും.